ഹാപ്പി ഓണം. ഹാപ്പി ഓണം മച്ചി. ഹാപ്പി ഓണം. ഹലോ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ഇന്ന് തിരുവോണ ദിവസമാണ്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്തവണത്തെ ഓണം ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. ഞാനും അപ്പച്ചനും അമ്മച്ചിയും പിന്നെ അനിയത്തിയും ഉണ്ട്. അമ്മച്ചി ഏതാണ്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തെ എഴുന്നേറ്റു. ഞങ്ങൾ 5 മണിയായപ്പോഴാണ് എഴുന്നേറ്റത്. 4-4:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കാമെന്ന് ഓർത്ത് കിടന്നതാണ്. പക്ഷേ 5 മണിയായപ്പോഴാണ് പൊങ്ങി വന്നത്. ഇച്ചിരി കഴിയുമ്പോൾ തരാം കേട്ടോ. അമ്മച്ചിതേ ഇവിടെ എരിശ്ശേരിക്കുള്ള മത്തങ്ങയും ചേനയൊക്കെ കട്ട് ചെയ്ത് വേവിക്കാൻ അടുപ്പത്ത് വയ്ക്കാൻ തുടങ്ങുകയാണ്. പയർ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി ഇന്ന് ലേറ്റ് ആയിപ്പോയി. കാരണം അമ്മച്ചിയുടെ ഒരു സ്വഭാവം എന്നാന്ന് വെച്ചാൽ, ഞാൻ മുമ്പും എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടിയൊക്കെ ഉള്ളപ്പോൾ അമ്മച്ചി വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കും. ഇപ്പോൾ സാമ്പാർ, അവിയൽ, ഇപ്പം തന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ, അവിയൽ, അങ്ങനെയുള്ള കുറച്ച് ജോലികൾ കൂടുതലുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ അതിന് ഉപ്പ് നോക്കാനും അല്ലെങ്കിൽ വല്ല പപ്പടം കാച്ചാനും ഒക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയായിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അമ്മച്ചി രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച് കളയരുത്, എണീക്കുമ്പോൾ ഞങ്ങളെയും വിളിക്കണം, ഞങ്ങളും വരും എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ വ്ളോഗും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം ഒരു 4:45 തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നെ. അപ്പോൾ അങ്ങനെ എന്തായാലും 5 മണിയാകുമ്പോൾ, ഞാൻ 5 മണിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്, 5 മണിയാകുമ്പോൾ എണീറ്റേക്കാവുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം, എല്ലാവർക്കും പതുക്കെ എൻജോയ് ചെയ്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏൽപ്പിച്ചിരുന്നത് കൊണ്ട് മാത്രം. ഇതിൻ്റെ പൊക്കത്തരി വെച്ചരി ഞാനിതെടുത്തോട്ടെ സാമ്പാറിന് അരിയാനായിട്ട്. ക്യാബേജ് അരിയുന്നത് അവിടെ മൊത്തം പഞ്ചായത്ത് മൊത്തം ക്യാബേജ്. ഞങ്ങളെങ്ങാനും താമസിച്ചിരുന്നെങ്കിൽ അമ്മച്ചി പറയും, ആ ദിവസം മൊത്തം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിങ്ങൾ കാരണം എൻ്റെ പരിപാടി ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത് എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വരും. കാരണം ഞങ്ങൾ കുറച്ച് എന്നാ പറയുന്നത്, കുറച്ച് എൻജോയ് ചെയ്തെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. അമ്മച്ചിയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിനെല്ലാം അങ്ങ് ചെയ്യും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു. അപ്പോൾ ഞാൻ സാമ്പാറിനും അവിയലിനുമുള്ള ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചി അപ്പോഴത്തേക്കും എരിശ്ശേരിയൊക്കെ അടുപ്പത്ത് വെച്ച് വേവിച്ചു. ഇനിയിപ്പോൾ തേങ്ങ അരച്ചും വറുത്തുമൊക്കെ ചേർത്താൽ മതി കേട്ടോ. അതിനിടയ്ക്ക് പയർ വേവിച്ച് വെള്ളം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പ് പോലെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പയർ ചുമ്മാ വേവിച്ച് ഇങ്ങനെ സൂപ്പായിട്ടൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. ഞാനിവിടെ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ ഓൾറെഡി അരിഞ്ഞു. ഇനി അവിയലിനുള്ളതും കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മച്ചി അതിനിടയ്ക്ക് ചായയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പച്ചക്കറി അരിഞ്ഞ് കഴിഞ്ഞില്ല. ഞങ്ങൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ചായയും പിന്നെ പ്രത്യേകിച്ച് കാപ്പിക്കായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ പഴം ഇരിപ്പുണ്ട്, അതും കഴിച്ച് ബാക്കി പരിപാടികളെല്ലാം തീർത്തിട്ട് ഉച്ചക്കത്തേത് പെട്ടെന്നങ്ങ് കഴിച്ചേക്കാം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് വിശക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മച്ചി ചായ ഇടുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇതാ ഇവിടെ കറിയൊക്കെ വെക്കാനായിട്ടുള്ള തേങ്ങ ചിരണ്ടുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തും ഇതുപോലെ എല്ലാം അരിഞ്ഞും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയൊക്കെ വെക്കാനായിട്ട് എളുപ്പമല്ലേ എന്ന് കരുതി അതെല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പണ്ടും കണ്ട് ഏതോ ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും അറിയാൻ മേലാത്തൊരു ഇഞ്ചിത്തീയലുണ്ടാക്കി ഞാനൊന്ന് സ്റ്റാർ ആയതായിരുന്നേ. അതിനുശേഷം എന്ത് പരിപാടി വന്നാലും എന്നെക്കൊണ്ട് ഇവർ ഇഞ്ചിത്തീയലുണ്ടാക്കിപ്പിക്കും. അപ്പോൾ ഞാൻ ഇഞ്ചിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അരിഞ്ഞു കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കൈയെല്ലാം ഭയങ്കരമായിട്ട് പുകയും. അതിന് എന്നാ ചെയ്യണമെന്നും കൂടെ ആലോചിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. ഒരാളെ അസിസ്റ്റൻ്റായിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് വ്ളോഗ് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം, വീഡിയോ ഒക്കെ എടുത്ത് തരണം, കിച്ചണിലുണ്ടാവണം, ഞാൻ എണീക്കുന്ന കൂട്ടത്തിൽ എണീക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ശതിയായിട്ട് രാവിലെ അടി ഉണ്ടാക്കി. ഞാൻ മുകളിൽ നിന്ന് കുത്തിപ്പൊക്കി ഒരു തരത്തിൽ താഴെ കൊണ്ടുവന്നപ്പോഴത്തേക്കും താഴെ കിടന്നുറങ്ങാൻ തുടങ്ങി. പോയി നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ മൂഡ് രാവിലെ തന്നെ സ്പോയിൽ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ദേഷ്യപ്പെട്ടായിരുന്നു. പിന്നെ ഒന്ന് മൂഡ് ഓഫ് ഒക്കെ ആയി, എന്നാലും ഒന്ന് ശരിയാക്കിയൊക്കെ എടുത്തു. ഇപ്പോൾ ആൾ ക്രിയേറ്റീവായിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്.
അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടെല്ലാം കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കാപ്പി കുടിക്കാമെന്നൊക്കെ വെച്ചുകൊണ്ട് അമ്മച്ചി കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കാപ്പി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യെല്ലാം നന്നായിട്ട് പുകയുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിക്കുമായിരുന്നു ഇതിന് എന്നെ ചെയ്യുന്നത്, എണ്ണ തേച്ചാൽ മാറുമോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കുമോ എന്നൊക്കെ. അപ്പം ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കൈ അതിനകത്തൊന്ന് മുക്കി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല പുകച്ചിലുണ്ട്, കാരണം എരിവുള്ള കറി കൂട്ടുമ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ. അന്നേരം ജസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് കഴുകുമ്പോൾ മാറും. പക്ഷേ ഇത് എന്തോരം മുക്കി വെച്ചിട്ടും മാറുന്നില്ല. നാടൻ ഇഞ്ചിക്ക് അങ്ങനെയൊരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ അവിയലിനുള്ള പച്ചക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയെല്ലാം അരച്ചൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പഴം കഴിക്കും, ഇവർ രണ്ടുപേരും ഓട്സ് കഴിക്കും. അമ്മച്ചിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓട്സ് എന്തെങ്കിലും ഇങ്ങനെ ലൈറ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 7 മണി സമയമാകുമ്പോഴത്തേക്ക് ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്നത് കഴിച്ചിട്ടില്ല, ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് എന്തായാലും ഊണ് നേരത്തെ റെഡി ആവുമല്ലോ, അപ്പോൾ ഊണ് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ കഴിക്കാതിരിക്കേണ്ട, ക്ഷീണം തോന്നിയാലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ രണ്ടുപേർക്കും കൂടെ ഉണ്ടാക്കി അവർ രണ്ടുപേരും ഇത് കഴിച്ചോളുമല്ലോ. എനിക്ക് പഴം മതി, പഴവും ചായയും ഞാൻ കുടിക്കും. അവർ രണ്ടുപേരും ഇതും കഴിച്ച് ചായയും കുടിച്ച് വിശപ്പടക്കിക്കോളും. ഓണം ഇത്തവണ എന്തായാലും ഞായറാഴ്ചയായിപ്പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും എല്ലാ ആഴ്ചയിലും നോൺ വെജ് ഉണ്ടാകുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചിക്കനോ അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും, കപ്പയായിരിക്കും എന്നാലും അതിൻ്റെ ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇന്നെന്തായാലും ഞായറാഴ്ച ആയിട്ടും കൂടി ഇങ്ങനെ സദ്യയൊക്കെ കഴിച്ചിരിക്കണമല്ലോ. അപ്പം ഓണം ഞായറാഴ്ച വേണ്ടായിരുന്നു എന്നിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മച്ചിക്ക് ഭയങ്കര നാണമാണേ വീഡിയോയിൽ വരാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതാ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് തേങ്ങയൊക്കെ തിരുമ്മി വെക്കുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഓണമൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പിന്നെ ഈ വർഷവും നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ട് ഒരുപാട് വർഷമായി. പണ്ട് ഇങ്ങനെ ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ പള്ളിയിൽ സൺഡേ സ്കൂളിൻ്റെ സെലിബ്രേഷൻ ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെയൊക്കെ സെലിബ്രേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 ഓണാഘോഷ പരിപാടികളിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പേടിക്കണ്ട, ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അമ്മച്ചി അടുക്കളയിലത്തെ പരിപാടികളൊക്കെ തീർക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ അത് സാമ്പാർ റെഡി ആയിട്ടുണ്ട്, അവിയലിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയൊരു മെഴുക്കുവരട്ടി വെക്കാൻ പോകണം. എനിക്ക് ഇത് ഇങ്ങനെ സദ്യക്ക് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഞാൻ ഇവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഈ രീതിയിൽ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയില്ല. തേങ്ങാക്കൊത്തി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് വൻപയർ പാവയ്ക്കയൊക്കെ ഇട്ട് എന്നുവെച്ചാൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഈ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ വൻപയറും കുറച്ച് പാവയ്ക്കയും അതുപോലെ കുറച്ച് സവാളയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഉപ്പും മുളക് പൊടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞതായോ കമൻസിൽ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ മെഴുക്കുവരട്ടി ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പച്ചക്കറി കറികളിലെല്ലാം നന്നായിട്ട് വെന്തിരിക്കണം, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പാറിനകത്തേയും ഉള്ള കഷ്ണങ്ങളെല്ലാം ഇച്ചിരി നല്ല കട്ടിയായിട്ട് തിക്കായിട്ടാണ് ഇവിടെ സാമ്പാറൊക്കെ വെക്കുന്നത്. അവിയലും അതുപോലെ തന്നെ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാറായിട്ടൊന്നുമില്ല കേട്ടോ, ഇനിയും ഒരുപാട് പണികൾ കിടപ്പുണ്ട്. അപ്പം ഞാനെന്തായാലും ഇഞ്ചി നല്ല കനം കുറച്ച് അരിഞ്ഞത് ഇഞ്ചി തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി തീയൽ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്കിങ്ങനെ ഇതുപോലുള്ള ഭയങ്കരമായ കറികളൊന്നും ഉണ്ടാക്കി ഞാനങ്ങനെ ശീലിച്ചിട്ടൊന്നുമില്ല. ഈ സാമ്പാർ അവിയൽ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് കഴിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ വലിയ പണികളുള്ള കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയാണ് സാധാരണ ഉണ്ടാക്കാറ്. അതല്ലെങ്കിൽ പിന്നെ തൈര് കൂട്ടിയാണ് കഴിക്കാറ്. അങ്ങനെയായിരുന്നു അത്. എനിക്ക് ഒരുപാട് കറികളും ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് കറികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. അമ്മച്ചി പറമ്പിൽ നിൽക്കുന്ന അപ്പച്ചായിയുമായിട്ട് എന്തോ കൈയും കാലമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി തീയൽ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണേ. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പം നമ്മുടെ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് അതിലേക്കൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതിപ്പം റെസിപ്പിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് സദ്യയിലൊക്കെ കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അപ്പച്ചായി നമുക്ക് പറമ്പിൽ നിന്ന് ഇലയൊക്കെ വെട്ടി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പച്ചയ്ക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പച്ച മാത്രമേ രാവിലെ പള്ളിയിൽ പോയുള്ളൂ കേട്ടോ. ഞങ്ങളാരും പോയില്ല. അപ്പോൾ ഞങ്ങളും കൂടെ ഒരു കുർബാന ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പോയില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചി തീയൽ ആവശ്യത്തിന് പാകത്തിന് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ വോയിസ് ഓവർ കൊടുക്കുന്നേക്കാളും നല്ലത് ലൈവായിട്ടുള്ള വോയിസ് കേൾക്കുന്നതായിരുന്നു. പക്ഷേ കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിയും പിടിയും ബഹളവും ഒക്കെ ആയിരുന്നു ഇതിനിടയ്ക്ക്. അമ്മച്ചിയും ഞാനും അച്ഛനും ഞങ്ങൾ 3 പേരും കൂടി ആണല്ലോ. ശരിക്കും ഞങ്ങൾ അടിയായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കിങ് കോച്ചൻ അവന് ഭയങ്കര ബഹളമാണ് കിടന്നിട്ട്. അത് കേൾക്കാൻ അത്ര രസമില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇടാത്തത്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് അമ്മച്ചി കടുക് താളിക്കുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓണത്തെക്കുറിച്ചായിരുന്നു കേട്ടോ. ഓണാഘോഷ പരിപാടികളെക്കുറിച്ചൊക്കെ ആയിരുന്നു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ മെമ്മറിയിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നല്ല നമ്മൾ ഏത് പ്രായമായാലും നമ്മുടെ ഓർമ്മയിലുണ്ടാകുന്നൊരു ഓണാഘോഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഉള്ള അന്നത്തെ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. ഓണമൊക്കെ വരാനും ഓണം വരാനും ക്രിസ്മസ് ഒക്കെ വരാനും നമ്മൾ കാത്തിരിക്കുമായിരുന്നല്ലോ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം സ്കൂൾ സെലിബ്രേഷൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സെലിബ്രേഷൻ വെക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു വിടും, നിങ്ങൾ വീട്ടിൽ നിന്ന് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന പൂക്കളൊക്കെ ശേഖരിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ അത്തപ്പൂക്കൾ വിടുന്നത്. അപ്പോൾ ആ സമയത്ത് പൂവൊന്നും അങ്ങനെ വാങ്ങിച്ച് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വാങ്ങിച്ച് വല്ല കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പൂവൊക്കെ വാങ്ങിച്ച് അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇടുന്നതായിട്ട് എനിക്ക് ഓർമ്മയിലുള്ളൂ. അതല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ മൊത്തമായിട്ടൊരു കോമൺ ആയിട്ട് പൂക്കൾ ഇടുവാണെങ്കിൽ ഞാൻ പഠിച്ച ഗവൺമെൻറ് സ്കൂളിൻ്റെ കാര്യമായിട്ട് പറയുന്നത്, കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ അന്ന് കൊച്ചു വെളുപ്പം കാലത്തെ എഴുന്നേറ്റ് ഭയങ്കര ത്രില്ലാണ്. രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ തണുപ്പത്ത് നടന്ന് തുമ്പപ്പൂവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ പറമ്പിക്കൂടെയൊക്കെ. അതെല്ലാം ഇങ്ങനെ കുത്തിയിരുന്ന് നുള്ളിപ്പെറുക്കി പറിച്ചെടുത്ത് പാവാടയ്ക്കകത്തോ അല്ലെങ്കിൽ കൂടിനകത്തോ ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കിട്ടാവുന്ന പൂവൊക്കെ, പിന്നെ നമ്മുടെ മുറ്റത്തും ഉണ്ടായി നിൽക്കുന്ന പൂവെല്ലാം പറിച്ച് അതെല്ലാം ആയിട്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അന്ന് കളർ ഡ്രസ്സൊക്കെ ഇടായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ പുത്തനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടാതെ വെച്ചിരിക്കുന്ന ഉടുപ്പൊക്കെ ആയിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി സ്കൂളിൽ ചെന്നിട്ട് പിള്ളേരെല്ലാവരും കൂടെ കൊണ്ടുവന്ന പൂവെല്ലാം ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ പൂവെല്ലാം തിരഞ്ഞു പിടിച്ച് ഒരേ കളറുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അതെല്ലാം പിച്ചിപ്പറിച്ചെടുത്ത് നല്ല അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കി വരച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് അത്തപ്പൂക്കൾ ഇടുന്നൊരു ഓർമ്മ. ആ സമയത്ത് നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കും, പാരൻസും ടീച്ചേഴ്സും പിന്നെ PTA മെമ്പേഴ്സ്, അവരൊക്കെ മുതിർന്ന ആൾക്കാരെല്ലാവരും കൂടെ സദ്യ ഉണ്ടാക്കാനായിട്ട്, ഉച്ചക്കത്തേനുള്ള സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയിലും പിടിക്കലും ആകെ ഒരു ബഹളമായിരിക്കും. പിന്നെ ചിലപ്പോൾ തിരുവാതിരകളി ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും കളികളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആകെ നല്ലൊരു ബഹളമായിരിക്കും. നല്ലൊരു ഓർമ്മയായിരിക്കും. പക്ഷെ അതിന് ശേഷം പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ഇപ്പം ശരിക്കും എന്താ പറയുക, ഓണം വരുന്നു പോകുന്നു, എന്തുമാത്രം കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള ഒട്ടുമിക്കവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഞ്ചി തീയൽ വെച്ചത് അമ്മച്ചിനെ കൊണ്ട് ടേസ്റ്റ് നോക്കിച്ചാൽ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ നന്നായില്ലെങ്കിലും അങ്ങ് പറഞ്ഞേക്കുക സൂപ്പറാന്ന്, എന്നാലും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, അമ്മച്ചി ഉണ്ടാക്കിക്കോളാൻ പറയും. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു സംഗതി കേട്ടോ. ഇതിവിടെ ഇങ്ങനെ സദ്യക്കൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് ഞാൻ പുറത്തുനിന്ന് ഇവിടുന്ന് കഴിച്ചതാണ്. കോവയ്ക്ക ഇങ്ങനെ ചുമ്മാ വറുത്തെടുത്തിട്ട് മുളക് പൊടി ഉപ്പ് നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പേര് എരിശ്ശേരിക്കകത്ത് തേങ്ങയെല്ലാം വറുത്തിട്ട് അടിപൊളിയായിട്ട് അമ്മച്ചി അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി ഓണത്തിന് മിസ് ചെയ്യാതെ വെക്കുന്നൊരു കറികളൊക്കെയാണ് ഇതൊക്കെ. ഇനി അടുത്തത് കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് പായസം വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഇവിടെ അരിപ്പായസമാണ് വെക്കാറ്. പക്ഷേ ഇത്തവണ നമുക്കൊന്ന് മാറി അടപ്രഥമൻ വെക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ മേടിക്കാൻ പോയപ്പം അവിടെ നമുക്ക് പാലടയുടെ മിക്സാണ് കിട്ടിയത്, അവിടെ അടയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടല്ലെങ്കിൽ ഒത്തിരി സമയം എടുത്തേനെ. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ 2 പാട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അടുത്ത പാട്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്നതും സദ്യ കഴിക്കുന്നതും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. കുറച്ച് ലെങ്തി ആയതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ബൈ ഒന്നും പറയുന്നില്ല. സീ യു സൂൺ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.